വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ വളരെ സ്വാദിഷ്ടമായ ഒരു തട്ടിക്കൂട്ട് തക്കാളി സാധനം നമുക്ക് തയ്യാറാക്കാം. ഇതിലേക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇടുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു കുറച്ച് ഉലുവ കൂടണ്ട. കൂടി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അതിലേക്ക് കുറച്ച് വറ്റൽമുളകിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നല്ല ജീരകം ഒരു 1.5 സ്പൂണ് ആഡ് ചെയ്യുക. നല്ല ജീരകം കേരളം വിട്ടുള്ള എല്ലാ സ്റ്റേറ്റിലും എല്ലാ കറികളിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്യുക. കുറച്ച് ഏലക്കായ, ഒരു 4-5 ഏലക്കായ ആഡ് ചെയ്യുക, ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കേട്ടോ. പിന്നെ കുറച്ച് പട്ട, കറുവപ്പട്ട ആഡ് ചെയ്തിട്ട് അത് മൂത്ത് വരുമ്പോൾ തുവരപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് ഇത് മൂന്നും നമ്മളിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിയാതെ ശ്രദ്ധിക്കുക. തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. സവാള, ചെറിയ ഉള്ളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. സവാള എത്രയോ ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രയും ചെറുതാക്കി അരിയുക. നല്ലപോലെ വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ വഴറ്റിയെടുക്കുക. കരിയാതെ ശ്രദ്ധിക്കണം. മല്ലിയില, തമിഴ് റെസിപ്പീസിൽ മല്ലിയില വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മല്ലിയില നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം വിട്ട് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 5 തക്കാളി, വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. വളരെ ചെറുതായി അരിയുക. അങ്ങനെ നമുക്ക് നല്ലപോലെ പേസ്റ്റായി കിട്ടണം. അപ്പോൾ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കുക. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യാം. ചോറിലും നമ്മൾ ഉപ്പിട്ടിട്ടാണ് ചോറ് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതുകൂടി നോക്കിയിട്ട് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് റെഡിയാക്കുമ്പോൾ കുറച്ചൊന്ന് വെള്ളം തെളിച്ചിട്ട് നമുക്ക് മൂടിയിട്ടിട്ട് ശരിയാക്കിയെടുക്കാം.
ഇവിടെ ഞാൻ വെള്ളത്തിന് പകരം അധികം ആരും യൂസ് ചെയ്യാത്ത തേങ്ങാപ്പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ചില റെസിപ്പീസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതുകൊണ്ട് തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു അര ഗ്ലാസ് ഒന്നാം പാൽ അത് ആഡ് ചെയ്തിട്ട് മൂടിയിട്ട് വേവിക്കുക. പിന്നീട് ഇളക്കുമ്പോൾ നല്ലപോലെ പേസ്റ്റ് ആയിട്ടുണ്ട്. ആ തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഒന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ഇതിൽ ചാറുണ്ട്, ചാറൊന്നും ഇല്ലാതെ ഇത്തിരി കട്ടി രൂപത്തിലാക്കിയെടുക്കുക. നല്ലപോലെ വേവിച്ചെടുക്കുക. നമ്മുടെ മസാല ഒരു വിധം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാല റെഡിയാണ്. ഇനി നമ്മൾ ചോറ് ബിരിയാണിക്ക് വേവിക്കുന്ന പോലെ ചോറ് വേവിച്ചെടുക്കുക. ഞാൻ ചോറ് ഊറ്റിയാണ് എടുത്തിട്ടുള്ളത്, വറ്റിച്ചല്ല. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ ബിരിയാണിക്ക് വേവിച്ചെടുക്കുക അതേപോലെ ഞാൻ ബസ്മതിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി സാധനത്തിന് എപ്പോഴും പൊന്നി റൈസാണ് നല്ലത്, എങ്കിലും ഞാൻ ബസ്മതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ബസ്മതി കുറച്ച് ചോറും അതേപോലെ ഈ മസാലയും തക്കാളി മസാലയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് മിക്സ് ചെയ്ത് അപ്പോൾ നല്ലപോലെ ബ്ലെൻഡ് ആവും. അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അതായത് ഫൈനൽ പ്രോസസ്സാണ്. ഏതാണ്ട് നമ്മുടെ പരിപാടി കഴിയാറായിട്ടുണ്ട്. പുറകിൽ നിന്നൊരു ഡിസ്റ്റർബിങ് സൗണ്ട് വരുന്നുണ്ട്, ക്ഷമിക്കുക. വീണ്ടും ചോറ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം കുറച്ച് മല്ലിയില ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യുക. സവാള വറുത്തതും അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം നെയ്യിൽ വറുത്തെടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് തക്കാളി സാധനം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അഭിപ്രായം പറയാം. സിമ്പിളാണ്, കുറച്ചൊന്ന് പ്രോസസ്സ് ഉണ്ട്. അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചിട്ടുണ്ട്.
ഒരു അരോമ വരാൻ നല്ലതാണ്, നല്ലൊരു സ്മെല്ല് വരും. ഓക്കെ, അപ്പോൾ ചിക്കൻ കറിയൊക്കെ കൂട്ടി അതാ കേടും ചിക്കനും പപ്പടം എല്ലാം വെച്ച് അടിച്ചു പൊളിക്കുക. താങ്ക് യു.